രാത്രി മഴയിലെ പുറത്തേക്ക് ഇരിക്കുന്നേ. ദേ ആർ നോട്ട് അലൗഡിങ് ഒരു ട്രിപ്പൽ നമ്മൾ ഷീറ്റല്ലേ, ആ ഷീറ്റ് പോലെ അലൗ ചെയ്തിട്ടില്ല. പക്ഷെ പുലിസിക്ക് ടെൻറ്റ് ഉണ്ട്, അവിടെ നന്നായിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് അടിച്ച് പൊളിച്ചിരിക്കുന്നത്. നല്ല വിഷമം വരും എനിക്ക്. ആ ബോംബെ കുട്ടിക്ക് പിന്നെ ഡൽഹി ആ കുട്ടി പേഴ്സണലി ഭയങ്കര ക്ലോസ് ആയിട്ട് കുറേ ടൈം സംസാരിച്ചിട്ട് അയ്യോ എൻ്റെ നമുക്ക് ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇപ്പൊ രാജിവെച്ചിട്ടുണ്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് പ്രൊട്ടസ്റ്റിന് കാരണം കൊണ്ട്. അറ്റ്ലീസ്റ്റ് ദിസ് ഇസ് സി ഇഫ് ഹീസ് റിസൈൻഡ് ഓൾസോ everyone think there's another Raniti. This is political side. So at least he have done that. Wow. At least കുട്ടികളുടെ അത്ര ബ്ലഡ് ഒരു ഓക്കെ. So he resigned it. ഇപ്പോൾ ഏറ്റവും അധികം കമ്പാരിസൺ വരുന്നത് ജാൻമണിയും പേളിമണിയുമായിട്ടാണ്. ഇത് കാണുന്നുണ്ടോ? പേളിമണി എടുത്ത സ്റ്റാൻഡ്, പേളിമണി ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു സേഫ് സ്റ്റാൻഡ് എടുക്കാനാണ് നോക്കിയത്. അതായത് കുട്ടികൾ ജീവൻ പണയം വെച്ചൊന്നും ചെയ്യേണ്ടതില്ല, സേഫായി വീട്ടിലിരിക്കും എന്നൊക്കെയാണ് പേളിമണി ആദ്യം പറഞ്ഞത്. ഇഷ്ടപ്പെട്ട കളർ സാഫ്രോൺ ആണെന്നും പറഞ്ഞു. പക്ഷെ അത് അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബാക്ക്ലാഷ് ആയിട്ടാണ് അവരുടെ കമൻറ്റ് ചെയ്യുന്നു. അവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കുന്നു, പുതിയ സ്റ്റോറി ഒന്നും വരുന്നില്ല. അപ്പുറത്ത് ജാൻമണിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. മിന്നുന്നതെല്ലാം പേളല്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ എഴുതുന്നുണ്ട്. ആക്ച്വലി എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല തന്നെ, കുറേ കമൻറ്റ് ഞാൻ വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പാളിയുടെ കൂട്ടിയ കമ്പാരിസൺ വന്ന് അത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് 2-3 ആള് പറഞ്ഞ്. പക്ഷെ ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നും പറയണ്ട, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പറയണം. കാരണം കാരണം പള്ളിക്കൂടെ എൻ്റെ കുട്ടികളുണ്ട് അല്ലേ. നാളെ മറ്റന്നാളെ ഇതാ സംഭവിക്കും. This is not one time. It's just starting only. Tomorrow if your daughter is on same situation, you will say same word. എനിക്ക് ചോദിക്കുന്ന അതുണ്ടോ? നാളെ മറ്റന്നാൾ പള്ളിക്ക് കുട്ടികളുണ്ട് വലുതായിട്ട്. They will might be engineer, they will doctor, they will go for scientist, everything. I don't know. Everyone have their own viewpoint. പള്ളി എന്താ വിചാരിച്ചിട്ടാണ് പറഞ്ഞ് നമുക്ക് ആർക്കും അറിയത്തില്ല. ബിക്കോസ് അവളുടെ മനസ്സിലുണ്ട്. സെക്കൻഡ് തിങ്, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് എ വെരി 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 ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഒരു തിൻ ലൈനാണ് ഒരു സ്റ്റുഡൻറ്റ് ലൈക്ക് എഡ്യൂക്കേഷൻ പ്ലസ് ദെയർ ലൈഫ്സ്. ഒരു വെരി തിൻ ലൈൻ. ഓൾറെഡി കുറേ ആൾക്കാർ സൂസൈഡ് ചെയ്തിട്ടുണ്ടോ അത് പള്ളിക്ക് അറിയാലോ. ഒബ്വിയസ്ലി എവ്രി വൺ ലൈക്ക് മോർ ദൻ 20 people have suicided. 21. For them at least we need justice, no? It's not about politics or government. Why? Only because of this more another 20 people shouldn't be suicided in future. അല്ലേ? ഒരു 100 ആൾക്കാർ ഇത് ഇൻക്രീസ് ആവും. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ ഒരു ഫെയിലിയർ പെട്ടെന്ന് സഹിക്കാൻ പറ്റത്തില്ല. കാരണം കഷ്ടപ്പെട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്തിൽ എത്തുന്ന മുന്നേ പെട്ടെന്ന് ആ സ്ഥലം ഇല്ല പൈക്കണില്ല ആൾക്കാർ പോവും. കാരണം ഇറ്റ്സ് നോട്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഡോക്ടർ ഫോറിനിൽ തന്നെ പഠിക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് മണി. ഹൂ ഡോണ്ട് ഹാവ് മണി, ദേ ഭയങ്കര കഷ്ടപ്പെട്ടായിട്ട് ഉണ്ടാക്കിയാണ് ഈ സ്ഥലത്തിൽ എത്തിച്ച്. ആ ടൈമിൽ ഈ ആൾക്ക് ഒന്നുമില്ല, ഫ്യൂച്ചർ പറഞ്ഞിട്ടില്ല. ഒബ്വിയസ്ലി ദേ വിൽ ബി ലൈക്ക് ബ്ലൈൻഡ്. കാരണം സൂസൈഡ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. നമുക്ക് ഓരോ സൈഡിൽ ഒന്നും കാണാൻ പറ്റില്ലാത്തതാണ് നമുക്ക് ജീവിച്ചിട്ട് എന്താ ചെയ്യാം ആ അനുഭവം ഉള്ളിലേക്ക് വന്നിട്ടാണ് സൂസൈഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് പള്ളി ആ സൈഡിലെ കാണുന്ന ഉണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? കാരണം അവളൊരു അമ്മാണ്. അങ്ങനെ എത്ര അമ്മമാർക്ക് ഈ അത്ര വിഷമം ഉണ്ടാവും. ഈ കുട്ടികളെ മരിച്ചു പോകുന്ന അമ്മമാരിത് ആലോചിക്കൂ. ആ വേദന നമുക്ക് സ്വന്തം അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ സഹിക്കാൻ പറ്റത്തില്ല. ഒരു അമ്മയുടെ സ്ഥലത്തിൽ ഇരിക്കുന്ന ഇപ്പോൾ ഞാൻ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ആ വേദന ഇങ്ങനെയാണ്. ഒരു ദിവസം 2 ദിവസം വിഷമം വരും. പക്ഷേ ഒരു അമ്മയ്ക്ക് ഹോൾ ലൈഫ്, കാരണം സ്വന്തം ജനിച്ച് വളർത്തുന്ന ഒരു കുട്ടി മരിച്ചു പോയി കഴിഞ്ഞിട്ട് ആ അമ്മയ്ക്ക് മരിച്ചു പോകുന്ന ദിവസം മുതലാ വിഷമം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ആസ് എ മദർ പള്ളി ഷുഡ് തിങ്ക് ഐ എം ഓൾസോ വൺ മദർ. സോ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ടോ ഇല്ല ഇങ്ങോട്ടോ അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് പൊളിറ്റിക്കൽ സൈഡ്, ഇറ്റ്സ് അബൌട്ട് സപ്പോർട്ടിങ്. സി ഇഫ് യു ആർ സപ്പോർട്ടിങ് ദ ട്രൂത്ത് ആൻഡ് സംബഡി ഈസ് കമ്മിങ് പൊളിറ്റിക്കൽ സൈഡിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പബ്ലിക് ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ലേ. നാളെ മറ്റന്നാളെ ചിലപ്പോൾ. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ടോ നമ്മൾ കേരളത്തിലാണ്, ഇല്ല നമ്മൾ ഡൽഹിയിലല്ല. നമുക്ക് ഡൽഹിയിലുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കും, ഇതാ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ കേരളത്തിലുണ്ട്. നമ്മൾ കേരള ഗവൺമെൻറ് നമ്മളുടെ വേണ്ടിയാണ്.
അല്ലേ? Yes. അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ അത്ര പ്രശ്നം വരുന്ന ചിന്തിക്കുന്നതാണ് വി ഡി സതീശൻ സാർ അല്ലേ? Yes, yes. ആളുടെ കാലം വലുതാവും നമ്മളല്ലല്ലോ. ആള് പോയിട്ട് അവിടെ ഇരിക്കുന്നത് ആ ഡൽഹി ഗവൺമെന്റിനൊക്കെ ഒരു റെസ്പെക്ട് പോലെ തന്നിട്ടില്ല ബിട്ടാസ് സാറ്. ആൾക്കാർക്ക് പേരും ഉണ്ടാവില്ല. ആൾക്കാർ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? സബന ആസ്മി, പ്രകാശ് രാജ് അല്ലേ? ബിക്കോസ് വി ആർ ദം വെരി നിയർ. പ്രകാശ് രാജ് സാർ, സബന ആസ്മി ഇസ് ഇൻ ടോപ്പ് ഓഫ് ദ ട്രാക്ക്. ആ ട്രാക്കിന്റെ താഴെയാണ് ചേച്ചിയും ഞാനും നോയിലും വന്നത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയി രാത്രി. അതാണ് ഞാൻ മലയാളം മീഡിയാസ് ഞാൻ കണ്ടിട്ടില്ല ആ ടൈമിൽ. കാരണം മഴയല്ലേ, മൊത്തം എൻ്റെ തുണി സീറ്റായി കുളിച്ച് രാത്രി ഞാനും ദിയാവും വന്നിട്ട് ഫുൾ നൈറ്റ് അവിടെ ഉണ്ടായി. സോ അത്ര വലിയ വലിയ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുക. നമ്മളുടെ രണ്ട് വാക്ക് വൈ വി ഷുഡ് ബി സ്കേർഡ് ഇഫ് വി ആർ ഡൂയിങ് നത്തിങ് റോങ് then nobody can touch us. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ജാനുക്ക് പേടിയില്ല. ഞാൻ അപ്പം എന്തിനെ പറ്റി എന്നെ ബി ജെ പിക്കാരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കേരള പോലീസുകാരും അല്ലെ എൻ്റെ കേരളത്തെ എല്ലാം ആൾക്കാരും ഉണ്ടോ? അത്ര ദിവസം വാട്ട് ദേ വിൽ മേക്ക് 2 days 3 days. We are in safe zone. We are in Kerala government. It's not your BJP cannot do anything. പ്രൊട്ടസ്റ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വാട്സ് ഇൻ മൈ ബാഗും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റിന് പോകുന്നതെന്നുള്ള ഒരുക്കമൊക്കെ കാണിക്കുന്ന കുറച്ച് ജെൻസ് ഇൻഫ്ലുവൻസേഴ്സിനെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ജർമ്മനിയും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ സമരത്തിനൊരു സീരിയസ്നെസ് ഉണ്ടല്ലോ, അത് അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജർമ്മനി എന്താ വിചാരിക്കും? That is bullshit. For what reason? റെഡി ആയിട്ട് പോവാ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ റെഡി ആവാണ്ട. നിങ്ങൾ ഭയങ്കര ഒരു കച്ചറ ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് അങ്ങനെ കാണിക്കുന്ന ഒരു ആവശ്യത്തില്ല. വൈ ഡൂയിങ് ദിസ് ഇസ് നോട്ട് എ കോണ്ടന്റ്. അതാണ് പറഞ്ഞു ഈ ആൾക്കാർ ഇത് കോണ്ടന്റ് എന്താ വാട്ട് ഈസ് റിയാലിറ്റി അതൊക്കെ മനസ്സിലാവില്ലാത്തായി. മനസ്സിലായോ? കുറച്ച് ഫെയിം കിട്ടി, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടോ, കുറച്ച് ഇതുണ്ടോ, എന്താ പറയുന്നത്, ആൾക്കാർ ഫോളോ ചെയ്യുന്നതിൻ്റെ കുറച്ച് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ, വിചാരിക്കുന്ന എല്ലാം കിട്ടി. നമുക്ക് അങ്ങനെ പോലെ ഇപ്പോൾ ഈ ജി ജനറേഷനൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നും കിട്ടത്തില്ല. ഞാൻ 2013 മോഡലിൽ എനിക്ക് 1100 ഒരു നോക്കിയയുടെ ആ പമ്പ് ഉണ്ട് ഫോണിൽ, അതാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി ഇൻ ഓൾ ഓവർ ഇന്ത്യ ഐ വർക്ക്. പക്ഷേ ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് അത് വീട്ടിൽ ചെയ്യേ വിവാരമില്ല. ദേ ഡോണ്ട് ഹാവ് എ ബ്രെയിൻ. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ ഓൾറെഡി ഞാൻ കണ്ടിട്ട് എനിക്ക് ഞാൻ എത്ര ദേഷ്യം ചേച്ചിക്ക് വിളിക്കുക. ജർമ്മനിയോട് ഇപ്പോൾ ആളുകളുടെ റെസ്പോൺസ് ഒക്കെ മാറിയിട്ടുണ്ടോ? ആദ്യം ഇപ്പോൾ ജർമ്മനിയുടെ ബിഗ് ബോസിലെ കണ്ടന്റും ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് ജർമ്മനിയെ കാണുമ്പോൾ സന്തോഷവും ചിരിയും ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ജർമ്മനിയിൽ ഇത്രയും സീരിയസ് ആയിട്ട് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ട് എന്നൊക്കെ ഇപ്പോഴായിരിക്കും ആളുകൾ മനസ്സിലാവുന്നത്. ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റമുണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷം. അയ്യോ എനിക്ക് സത്യം പറഞ്ഞില്ലേ, എനിക്ക് ഐ ഗോട്ട് വെരി ഇമോഷണൽ ബിക്കോസ് എവ്രി വൺ സെയിങ് സോറി ജാനു നമ്മൾ ട്രോൾ ആക്കിയിട്ടുണ്ട്. പ്ലീസ് വേണ്ട. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് ആൾക്കാർ കളിയാക്കുന്ന ട്രോളാക്കുന്ന അല്ല, സ്നേഹമുണ്ടല്ലേ. എൻഡ് ഓഫ് ദ മൊമെന്റ് ഇറ്റ്സ് ലവ് അല്ലേ. ഇപ്പൊ നമ്മളെ വീട്ടിൽ നമ്മൾ അനിയന്മാര് ചേട്ടന്മാർ നമ്മളെ കളിയാക്കൂല്ലേ, തമസാക്കി ഓരോ അടി ഇടി സീരിയസ് ഫൈറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഫാമിലി. പക്ഷെ ഔട്ട്സൈഡ് ഓഫ് ഫാമിലി ഇഫ് ദേ ആർ കമ്മിങ് വിൽ ബി സീരിയസ്, വെരി സീരിയസ്. ഹൗ ഐ തിങ്ക് മൈ മലയാളി, മൈ കേരള. എനിക്ക് സത്യം പറയുന്നത് ഗുവാഹത്തിയിൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അത്ര 16 വർഷം ഞാൻ ജീവിച്ച ഗുവാഹത്തിയിൽ. 17 വർഷം ഞാൻ പ്രോപ്പറായിട്ട് ജീവിച്ച് മെച്യൂറായി ഞാൻ കേരളത്തിൽ. ഗുവാഹത്തി പോയി അവിടെ താമസിക്കുന്ന ഉണ്ടെങ്കിലും തിരിച്ച് ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തി കാറിലിരിക്കുന്നത് അയ്യോ എൻ്റെ വീട്ടിലെത്തി. അതാണ് മനസ്സമാധാനം. ഇതാണ് എൻ്റെ നാട്ട്. ഞാൻ ഇവിടുത്തെ ഭക്ഷണം കേരള ഹാസ് ഗിവൻ മീ എവറിത്തിങ്. നെയിം, ഫെയിം, മണി, ഹോം, ലവ്, ഹെയ്റ്റ്, എവറിത്തിങ്. അതാണ് ഫാമിലി. ഫേക്കായിട്ട് എനിക്ക് അയ്യോ ജാനു എനിക്ക് റെസ്പെക്ട് ഒന്നും വേണ്ട, എനിക്ക് സ്നേഹം മാത്രം മതി. ഇത്രയും ചിന്തിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നല്ലേ? അങ്ങനെ ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ ഭയങ്കര സീരിയസ് ആണ്. വീട്ടിലെ ആരെ എന്നെ വീട്ടിലെ കാണും ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്യും. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഞാൻ എപ്പോഴും ഈ ഡിസ്കഷൻ എപ്പോഴും രഞ്ജിച്ച് അതന്നെയാണ് ചേച്ചി. എനിക്ക് തമാശ is different. Having fun in the life is different. When it's come on serious situation,
നമ്മളുടെ ഫാമിലി, നമ്മളുടെ നാട്ടുകാർ, നമ്മളുടെ ആൾക്കാരുടെ വേണ്ടി നമ്മളെ ഇപ്പോൾ പാകിസ്ഥാനി പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ഇന്ത്യൻ ഗവൺമെന്റ്. അതാണ് പാകിസ്ഥാൻ ഫണ്ട് ചെയ്തത്. ഇന്നലെ ഞാൻ ഒരു റീൽസ് കണ്ട്. नो भैया नो, ये सोचेगा कि हम पाकिस्तान से आ रहे हैं पैसा. It's not the world is speaking. Not only Pakistan government, every why this Aaj Tak, that all top class media, why they shouted their mouth? Nobody comes. They are taking stone, night, truck and truck. They are getting all എന്താ പറയുക, ലത്തി, മലയാളത്തിൽ എന്താ പറയും, ലത്തി. They are taking that tear gas that also expired, poisonous. They are hitting people. They are backing themselves. അത് സ്വന്തമായിട്ട് പോലീസുകാർ സ്വന്തമായിട്ട് പൊട്ടിക്കുന്നേ. ഫുൾ കവേർഡ്. പ്രൊട്ടക്ഷൻ ഫോർ വാട്ട് പ്രൊട്ടക്ഷൻ? സ്റ്റുഡൻസിന്റെ കയ്യിലേക്ക് എന്താണ്ട് ഒരു ചെറിയ ബാഗ്. ഞാൻ എന്താ പറയുന്നത്, സ്റ്റുഡൻറ് ആർ ടെററിസ്റ്റ്.